ഹലോ ഗായ്സ്, നമ്മളൊരു സംഭവം കാണാൻ പോവാണ്. വഴിയെ കാണിക്കാവേ. അപ്പോൾ നമുക്ക് പോയാലോ? ബാ, എൻ്റെ ദേവൂട്ടനും ഉണ്ട്. ഹായ് പറഞ്ഞ്, ഹായ് പറ, ഹായ്. കുറച്ച് ദിവസം കൊണ്ട് ആൾക്കാരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മളകത്ത് വലിയ കാര്യമായിട്ടില്ല. കാരണം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നല്ലയോ. എന്നാലും ഒന്ന് കാണണമല്ലോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കുതിരപ്പന്തിൽ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഒന്ന് കാണാതിരിക്കുന്ന മോശമല്ലയോ. അങ്ങനെ സമയവും സന്ദർഭമൊക്കെ ഒത്തു നോക്കി കെട്ടും കിടക്കയൊക്കെ എടുത്ത് നേരെ കുതിരപ്പന്തിക്ക് വിട്ടു വൈകുന്നേരം. അപ്പോൾ കൊണ്ടിടാതെ ആ മുന്നിൽ കിടക്കുന്ന ഒരു സൂര്യകാന്തി തോട്ടം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ത്വര കൊണ്ടാണോ എന്നറിയത്തില്ല. ഗ്രഹണി പിടിച്ച പിള്ളേരെ കുട്ടിയത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു കണ്ടീഷനായിപ്പോയി. ആദ്യമൊക്കെ അവിടെ ഓടി നടന്ന്, പിന്നെ നാണക്കേടാണല്ലോ, വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് സ്റ്റാൻഡേർഡ് അങ്ങ് കീപ്പ് ചെയ്തു. എന്നാലും ആദ്യം കണ്ടപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാനൊക്കെ അതൊരു എക്സൈറ്റ്മെൻറ്റ്. അത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണോ എന്തുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ആദ്യമായിട്ട് കാണും. ഇത് നമ്മുടെ കുതിരപ്പന്തിൽ ഇത് വന്നെന്ന് പറയുമ്പോൾ ഇതൊരു നമുക്കൊരു കൗതുകമാണല്ലോ. നമ്മളെപ്പോലെ നാട്ടിൻപുറത്തുകാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ. അങ്ങനെ പക്ഷെ നമ്മൾ പോയ സമയവും സന്ദർഭവും ശരിയല്ല. ഇതൊക്കെ കാണണമെങ്കിൽ ഒരു 3 മണി ടൈമിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഏടാ മോനെ ഇത് കാണാൻ എന്തോ വ്യൂ ആണെന്നറിയാം. ഇത് എന്ത് ആളുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ ചെന്നപ്പോൾ തന്നെ ആളെ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ചെല്ലുമ്പോഴേ ഒരു ബോർഡുണ്ട്, ചെടി ചവിട്ടരുത്, പൂക്കൾ പറിക്കരുതെന്ന്. കാരണം ഒരുപാട് പേരുടെ കഷ്ടപ്പാടല്ലേ. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും ഒക്കെ, അതിന് വിഷമമുണ്ട്. എൻ്റെ കുഞ്ഞാറ്റ മോളില്ല, എൻ്റെ വീട്ടിലാണ്. കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ വന്ന ടൈം ശരിയല്ലാത്തതുകൊണ്ട് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വരുന്ന കുതിരപ്പന്തി മടത്തെ സ്കൂളിൻ്റെ പുറകിലാണ്. എല്ലാവരും കാണത്തിൽ പോയി കാണണം കേട്ടോ. ടാറ്റാ.